ഒരു അസുഖം വരുന്നിടം വരെ നിങ്ങൾ ആരെങ്കിലും നിങ്ങളെ ശരീരത്തിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളെ പറ്റിയില്ലേ, നമ്മളെ ശരീരം നമ്മൾക്ക് സ്വന്തം എന്നുള്ള തെറ്റിദ്ധാരണ. നമുക്കത് കറക്റ്റായിട്ട് ഉപയോഗിച്ചാലേ ലോങ് ഡ്രൈവ് കിട്ടും. ഒരു അസുഖം വന്ന് തലയിറങ്ങി വീണ് കഴിഞ്ഞാൽ സ്പോട്ടിൽ ആംബുലൻസ് എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതം മാറി. അവിടം വരെയും വാശി, അത് മതി. ഒരു ബക്കറ്റ് മന്തി തിന്നുക, ഒരു ബക്കറ്റ് ബിരിയാണി അവിടെ ഉണ്ട്, ഒരു ബക്കറ്റ് വാങ്ങിച്ച ഒരു ബക്കറ്റ് ഫ്രീ അവിടെ ഉണ്ട്. നമ്മൾ പുറത്തൊക്കെ എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് വാട്ടറിലാണ് ചെയ്യുന്നത്. സ്റ്റോക്ക് വാട്ടർ, ചിക്കൻ സ്റ്റോക്ക് വാട്ടർ, മട്ടൺ സ്റ്റോക്ക് പ്രോപ്പർ ബ്രോത്തിലാണ് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഐ ഫെൽറ്റ് വെരി ബാഡ്. എൻ്റെ വായിക്കകത്തൊക്കെ ആ ഒരു കോട്ടിങ് ഫീൽ ചെയ്ത് എനിക്ക്. എപ്പോഴും നമ്മുടെ നാട്ടില് ഉള്ളൊരു എന്താ പറയാ ഡിബേറ്റ് ആണ്, എവിടുത്തെ സദ്യയാണ് ഏറ്റവും ബെറ്റർ എന്നുള്ളത്. ഷെഫിന്റെ അടുത്ത് വെച്ചാൽ എന്ത് പറയും, ഏത് നാട്ടിലെ സദ്യ ഏറ്റവും നല്ലത്? സദ്യയിൽ കൊല്ലം, തിരുവനന്തപുരം ഒക്കെ ഭയങ്കര ടോപ്പാണ്. അതെ, കാരണം വടക്കോട്ട് ഒരു കോഴിക്കറി വരെ സദ്യയിൽ ചെയ്യുമെന്നൊക്കെ ഞാൻ കേട്ടിട്ടുള്ളൂ. നോൺ വെജ് ആണ്. എനിക്ക് കൊല്ലത്തെ സദ്യയാണ് ഏറ്റവും ഇഷ്ടം. നമ്മൾ ഈ പ്രസൻറ്റ് ചെയ്തിട്ട് നമ്മൾ ഇരുത്തുമ്പോൾ നമ്മൾ ഡൈനിലേക്ക് കിങ് പോലെ ആയിരിക്കും. നമ്മളൊരു ക്വീൻ ഇരിക്കുന്നു, വലിയൊരു കിങ് ഇരിക്കുന്നു. അപ്പോൾ ചോറ് വിളമ്പുന്നത്, പരിപ്പൊഴിക്കുന്നത്, പപ്പടമായിട്ട് കഴിക്കുന്നത് ഒരു രാജകീയമായ ഫീലാണ്. എന്നിട്ട് അത് കംപ്ലീറ്റ് വടിച്ച് വിരൽ നക്കുമ്പോൾ കിട്ടുന്നൊരു, പിന്നെയും പറഞ്ഞല്ലോ, എഡ്യൂക്കേറ്റ് ചെയ്യുക, നമ്മൾ പഠിക്കുക, നമ്മൾ കുട്ടികളെയും പഠിപ്പിക്കുക. ഫുഡ് എങ്ങനെ റിഫൈൻ ചെയ്യാൻ പറ്റും. ഫുഡിനെ റിഫൈൻ ചെയ്യുമ്പോൾ ലൈഫ് മാറും. ലൈഫ് ഭയങ്കര മാജിക്കലായിരിക്കും. കാരണം നമ്മളെ ഓറ മാറും, നമ്മളെ തോട്ട് പ്രോസസ്സ് മാറും, നമ്മളെ ലാംഗ്വേജ് മാറും, നമ്മളെ റിഫ്ലെക്സുകൾ മാറും. ഇതെല്ലാം നിൽക്കുന്നത് ഫുഡിലാണ്. ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഇൻഗ്രീഡിയൻറ്റ് ഇൻ എനി ഡിഷ്, ദ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഇസ് ലവ്. മൊബൈലിൽ നോക്കിക്കൊണ്ട് തിന്നുന്നതും മൊബൈലിൽ നോക്കിക്കൊണ്ട് താങ്കൾക്ക് അറ്റൻഷൻ തരുന്നതിന് ഒരേ ഫീലാണ്. യു വിൽ ഗെറ്റ് ഇറിറ്റേറ്റഡ്. സെയിം വേ ദ ഫുഡ് വിൽ ഗെറ്റ് ഇറിറ്റേറ്റഡ്. ഇറ്റ്സ് ലൈഫ്. അന്നം പരബ്രഹ്മം, അന്നം മഹാശജ്യം, ഫുഡ് ഇസ് ഗോഡ്. If your personality was a dish, what would it be? പഴങ്കഞ്ഞി. Why? അതിലും വലിയ ടേസ്റ്റ് ഉണ്ടോ? ചട്ടിക്കകത്ത് ചോറൊക്കെ ഇട്ട് തലേന്ന് ഇച്ചിരി ചെറിയ ഉള്ളിയും കാന്താരി മുളകും ഒക്കെ ഇട്ട് വെള്ളം ഒഴിച്ച് ഇങ്ങനെ മാറ്റി വെച്ചിട്ട് രാവിലെ ചെന്ന് അതിനെ കാണുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ട്. മരത്തി നടക്കുക എൻ്റെ സാറേ. ഒരു അസുഖം വരുന്നിടം വരെ നിങ്ങൾ ആരെങ്കിലും നിങ്ങളെ ശരീരത്തിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു അസുഖം വന്ന് തലയിറങ്ങി വീണ് കഴിഞ്ഞാൽ സ്പോട്ടിൽ ആംബുലൻസ് എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതം മാറി. അവിടം വരെയും വാശി, അത് മതി. ഒരു ബക്കറ്റ് മന്തി തിന്നുക, ഒരു ബക്കറ്റ് ബിരിയാണി അവിടെ ഉണ്ട്, ഒരു ബക്കറ്റ് വാങ്ങിച്ച ഒരു ബക്കറ്റ് ഫ്രീ അവിടെ ഉണ്ട് എന്നും പറഞ്ഞ് നടക്കുക. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങളെ പറ്റിയില്ലേ, നമ്മളെ ശരീരം നമ്മൾക്ക് സ്വന്തം എന്നുള്ള തെറ്റിദ്ധാരണ. നമുക്കത് കറക്റ്റായിട്ട് ഉപയോഗിച്ചാലേ ലോങ് ഡ്രൈവ് കിട്ടും. ഈ നമ്മൾ ബ്ലഡിന്റെ കാര്യം പറഞ്ഞല്ലോ, ഈ ബ്ലഡ് പല സ്ഥലങ്ങളിലും അവർ ക്യൂസീനായിട്ട് എടുക്കാറുണ്ട്. അത് ഒരു ഹെൽത്തിയർ ഓപ്ഷൻ ആണ്. അത് ഞാൻ പറഞ്ഞില്ല, ഈ ബ്ലഡ് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒന്നുമല്ല. അത് എടുക്കുന്നൊരു ടൈമുണ്ട്, അത് പ്രിസർവ് ചെയ്യുന്നതിനൊരു ടൈമുണ്ട്, അത് കുക്ക് ചെയ്യുന്നതിനൊരു രീതിയുണ്ട്. നമ്മളതെല്ലാം പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ ഹാഫ് ബേക്ക്ഡ് ആയിട്ട് നടന്നിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് അറിയാവുന്ന പണി വൃത്തിയായിട്ട് ചെയ്യുക. പലർക്കും അറിയത്തില്ല. ഇപ്പോൾ മട്ടൺ ബ്രെയിൻ കഴിക്കുന്നതാണ്. മട്ടൺ ബ്രെയിൻ പ്രിപ്പയർ ചെയ്യുന്നതിന് കുക്കിംഗ് ടെമ്പറേച്ചർ, കുക്കിംഗ് ടൈമൊക്കെ ഉണ്ട്. അപ്പോൾ ആ കുക്കിംഗ് ടൈം ഓവർ കുക്കായി പോയാൽ അത് പോയി. അണ്ടർ കുക്കും ആവാൻ പാടില്ല. ഇപ്പോൾ ചിക്കൻ കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് പല ബിരിയാണിക്കകത്ത് ചിക്കനിൽ ഇളക്കി നോക്കുമ്പോൾ അതിനകത്ത് പിങ്ക് കളർ കാണും, രക്തത്തിൻ്റെ സ്റ്റെയിൻ കാണും, കഴിക്കാൻ പാടില്ല. നേരെ മറിച്ച് ബീഫ് സ്റ്റേക്ക് നമുക്ക് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് പിങ്കിഷ് ആയിരിക്കണം, മീഡിയം റെയർ എന്ന് പറയും. അത് മീഡിയം റെയർ, അത് അങ്ങനെ ആയിരിക്കണം, പിങ്കിഷ് ആയിരിക്കണം. ചിക്കൻ ഒരിക്കലും പിങ്കിഷ് കാണാനേ പാടില്ല. അത് അണ്ടർ കുക്ക്ഡ് ആണ്. അത് കഴിച്ചാൽ പോയ്സണസ് ആണ്. ഇതെന്താ പോയ്സണസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ചില ആൾക്കാർ ഇവിടെ ഓയിൽ കഴിക്കുന്നു, പേപ്പർ തിന്നുന്നു, പുല്ല് തിന്നുന്നു, വൈക്കോല് തിന്നുന്നു പറഞ്ഞു. അത് അവരുടെ ഇൻറ്റസ്റ്റൈൻ കണ്ടിട്ട് ഇപ്പോൾ ഞാൻ നാളെ തിന്നാൻ പോയിട്ട് കാര്യമുണ്ടോ? നമ്മളുടെ ഇൻറ്റസ്റ്റൈൻ ഹാപ്പിയാണോ? നമ്മളെ ഇൻറ്റസ്റ്റൈനിൽ നമ്മളിത് എടുക്കുമ്പം നമ്മളെ വയറ് ഹാപ്പിയാണ്. ഇപ്പോൾ ചില ആൾക്കാർക്ക് അയില പറ്റത്തില്ല, ചില ആൾക്കാർക്ക് ക്രാബ് പറ്റത്തില്ല, അല്ലേ? അതൊക്കെ അവരുടെ ഇൻറ്റസ്റ്റൈൻ ആയിട്ടുള്ള, അവരുടെ ബ്ലഡുമായിട്ടുള്ള പ്രശ്നങ്ങൾ അവർ സഫർ ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് ഫുഡിൻ്റെ രീതികളെ കുറിച്ചെല്ലാം പറഞ്ഞു. നമ്മുടെ കേരളത്തിനെ ഒരു സെർട്ടൻ ഫുഡായിട്ട് ഗ്ലോബലി റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് ഷെഫിനോട് പറയാം, അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ എന്ത് ഫുഡിനെ വെച്ചിട്ടായിരിക്കും നമ്മുടെ കേരളത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്? എന്ത് ഫുഡായിരിക്കണം? പ്രധാനമായിട്ടും നമ്മളെ വാഴയിലയിലെ സദ്യ അല്ലേ? അതാണ് ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ളത്. അതിനെക്കാട്ടിയും നല്ലതാണ് നമ്മളെ പ്ലാറ്റർ.
നമുക്കുള്ള പുഴുക്കിൻ്റെ പ്ലാറ്റേഴ്സ് അല്ലേ, നമ്മളെ ചക്കയുടെ ഫ്രൂട്ട്സിൽ തന്നെ നമുക്ക് വിവിധ തരം ചക്കകളുണ്ട്. ചക്കയുടെ പ്ലാറ്റേഴ്സ്, ചക്കയ്ക്കകത്ത് തന്നെ നമുക്കൊരു സദ്യ ചെയ്യാം അല്ലേ, ചക്കക്കുരു തോരൻ ചെയ്യാം, ചക്കക്കുരു പായസം ചെയ്യാം അല്ലേ, അങ്ങനെ ചക്ക അവിയൽ ചെയ്യാം, പുളിശ്ശേരി ചെയ്യാം. ചക്ക കൊണ്ട് തന്നെ നമുക്ക് 18-21 വിഭവങ്ങൾ ചെയ്ത് ചക്ക സദ്യ തന്നെ ചെയ്യാം. ചക്ക സദ്യ ഞാൻ ചെയ്തിട്ടുണ്ട്. അതെ, അപ്പോൾ എൻ്റെ നാടിനെ എനിക്ക് ഷോക്കേസ് ചെയ്യാൻ ഏറ്റവും ബ്യൂട്ടിഫുൾ ചക്കസദ്യയാണ്. ചോറ് മാത്രം കുത്തരിച്ചോറായിരിക്കും, അച്ചാറ് ചക്കയുടെ അച്ചാറായിരിക്കും, ഭയങ്കര ഡെലീഷ്യസും ആയിരിക്കും, എല്ലാം ഡിഫറൻറ്റും ആയിരിക്കും, ഒഴിച്ചുകറി ചക്കയുടെ ആയിരിക്കും. അതെ, ഞാൻ അങ്ങനെ ഫസ്റ്റ് ടൈമാണ് ശരിക്കും പറഞ്ഞാൽ ചക്ക കൊണ്ടുള്ളൊരു സദ്യ. ഞാൻ ചെയ്തിട്ടുണ്ട് 21 കൂട്ടം ചക്ക വിഭവങ്ങളുമായി ഞാൻ ചക്ക സദ്യ ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഹിറ്റായിരുന്നു. എനിക്കത് ഈ കൊച്ചിയിൽ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ചക്ക സദ്യ. ഉടനെ വരുമായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു സംഭവം. എന്താ ചേച്ചി, ആൾക്കാർക്കും ഒരു ത്വര ഉണ്ടാവണം. ഇവിടെ ഇപ്പം നമുക്കൊരു ഇപ്പം ഫോറിൻ കൺട്രീസിലെല്ലാം ഫുഡ് ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും പുതിയ ട്രൈ ചെയ്യാം, എന്താണെന്ന് മനസ്സിലാക്കാം. ഇവിടെ ഒരു 1000 റുപ്പീസിൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊടുക്കാമെന്ന് കരുതിയാലും അതിനകത്ത് റിസ്ക് ഫാക്ടർ ഫീൽ ചെയ്യും. എന്തിനാ ചെയ്തത്? കാരണം നമ്മൾ ഫ്രീ ആയിട്ടാണെങ്കിൽ ആൾക്കാർ വരും. നമ്മളതൊരു ബില്ലടിച്ച് തുടങ്ങുമ്പോഴത്തേക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ വലിയ പാടാണ്. കാരണം ആൾക്കാർക്ക് ആ ഫുഡിൻ്റെ ഇമ്പോർട്ടൻസ്, ഇപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ വണ്ടി വിളിച്ച് അന്വേഷിച്ച് പോകും എവിടെ അതുള്ള സ്പെഷ്യലാണോ അതിങ്ങനെ. അപ്പം അതേപോലെയാണ് ഞാനിപ്പോൾ കൊച്ചി എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആണെന്ന് തോന്നുന്നു. കൊച്ചിയിൽ എല്ലാവരും എക്സ്പെരിമെൻ്റ് ചെയ്യാനും എക്സ്പീരിയൻസ് ചെയ്യാനും ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അതെ, എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഒരു വലിയ ചക്ക സദ്യ എന്ന് പറഞ്ഞാൽ. അതെ, ചക്ക സദ്യ എന്ന് പറഞ്ഞാൽ 21 കൂട്ടം തോരൻ ഉൾപ്പെടെ, അവിയൽ ഉൾപ്പെടെ, ഒഴിച്ചുകറി ഉൾപ്പെടെ, ഈ അച്ചാറ് എല്ലാം വെച്ചിട്ട് പായസങ്ങൾ തന്നെ 2-3 തരം പായസം. എനിക്ക് അന്ന് ഞാൻ 3 തരം പായസം ചെയ്തു. 3 ചക്ക വെച്ച്. പക്ഷെ 3 ഡിഫറെൻ്റ് ആണ്. ഒന്ന് പാൽപ്പായസം പോലെ ഇരിക്കും, ഒന്ന് കടും പായസം പോലെ ഇരിക്കും, അങ്ങനെ 3 വിഭവങ്ങൾ ചെയ്യും. അപ്പോൾ അത് ചക്കക്കുരു പായസം ഭയങ്കര ടേസ്റ്റിയാണ്. ഇതെല്ലാം നമ്മളെ മുറ്റത്ത് തന്നെ ഉണ്ട്. ഒരു ചക്ക പറിച്ചാൽ നമുക്കൊരു സദ്യ ചെയ്യാം. വേറെ അല്ലേ, ഒരു പാർട്ടും കളയാനില്ലല്ലോ. ഒരു പാർട്ടാണ്, അത്രയും റോയലാണ്. പക്ഷേ ഇതിനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന, പിന്നെയും ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഇതിനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ടൂറിസം ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസുകൾ വന്നുകൊണ്ടിരിക്കണം. നമ്മളിപ്പോഴും 2 മിനിറ്റിനകത്ത് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് തിന്നിട്ട് പോകുന്ന കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. നമുക്ക് 3 മിനിറ്റ് 4 മിനിറ്റ് കൊണ്ട് പുട്ടുണ്ടാക്കാം. പുട്ട് ഭയങ്കര ഹെൽത്തിയാണ് അല്ലേ. നമുക്ക് പയറ് ജസ്റ്റ് ഒന്ന് സ്പ്രൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ വെറുതെ ഒന്ന് സോട്ട് ചെയ്താൽ മതി. നമുക്ക് 2 മിനിറ്റ് 3 മിനിറ്റ് കൊണ്ട് നമുക്ക് മുട്ട ഉണ്ടാക്കാം. ജസ്റ്റ് നമുക്ക് ബുൾസൈ ആയാലും ശരി, ഓംലെറ്റ് ആയാലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം മുട്ടത്തോരനും പുട്ടും ഭയങ്കര കോമ്പിനേഷനാണ്. പുട്ടും മുട്ടത്തോരനും ഭയങ്കര കോമ്പിനേഷനാണ്. പുട്ടും മുട്ടത്തോരനും പപ്പടവും ഭയങ്കര കോമ്പിനേഷൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ മുട്ടത്തോരൻ എന്ന് പറയുന്നത് അടിസ്ഥാനമായി അതിനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ പാലും കൂടെ ചേർത്ത് നമ്മളതിനെ തോരനാക്കണം. തേങ്ങാപ്പാൽ ഉപയോഗിക്കാം, നോർമൽ മിൽക്ക്, എന്നിട്ട് അത് സ്ക്രാമ്പിൾ ചെയ്യാം. ഭയങ്കര രസമായിരിക്കും. അപ്പോൾ നമുക്ക് നല്ല ഫ്ലഫി ആയിട്ടിരിക്കും. കുറച്ച് ബട്ടറൊക്കെ, അപ്പോൾ അത് പുട്ടുമായിട്ട് പിടിക്കാം. പുട്ട് കുറച്ച് പിടുത്തം തരുമ്പോൾ ഇതിൻ്റെ ഫ്ലഫിനെസ്സും കൂടെ ആകുമ്പോൾ ഭയങ്കര കോമ്പിനേഷൻ. അത് വെളിച്ചെണ്ണ ആണെന്നുണ്ടെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. അതൊന്ന് ട്രൈ ചെയ്യണമല്ലോ. നമ്മൾ സദ്യയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴേ എപ്പോഴും നമ്മുടെ നാട്ടിൽ ഉള്ളൊരു എന്താ പറയുക ഡിബേറ്റാണ്, എവിടുത്തെ സദ്യയാണ് ഏറ്റവും ബെറ്റർ എന്നുള്ളത്. ഷെഫിൻ്റെ അടുത്ത് വെച്ചാൽ എന്ത് പറയും, ഏത് നാട്ടിലെ സദ്യ ഏറ്റവും നല്ലത്? സദ്യയിൽ കൊല്ലം, തിരുവനന്തപുരം ഒക്കെ ഭയങ്കര ടോപ്പാണ്. അതെ, കാരണം വടക്കോട്ട് ഒരു കോഴിക്കറി വരെ സദ്യയിൽ ചെയ്യുമെന്നൊക്കെ ഞാൻ കേട്ടിട്ടുള്ളൂ. നോൺ വെജ് കാണാതെ എനിക്ക് കൊല്ലത്തെ സദ്യയാണ് ഏറ്റവും ഇഷ്ടം. ഞങ്ങളുടെ ആ ഒരു ഏരിയയിൽ നമ്മൾ അവിയൽ, നമ്മളുടെ സാമ്പാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തൃശ്ശൂരായാലും പോലും തൈര് ചേർക്കും ഒരു തവിയലിനകത്ത്, അവിടുത്തെ അവിയലിനകത്ത്. പക്ഷേ എനിക്ക് കൊല്ലം ബേസ് ചെയ്തിട്ട് ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നതും കൊല്ലം ഡിഷസാണ്. അതായത് എൻ്റെ അമ്മ കൊല്ലക്കാരിയാണ്. അപ്പോൾ കൊല്ലം ബേസ് ചെയ്തിട്ടുള്ള ഫുഡിനോടാണ് താല്പര്യം. അപ്പോൾ അതിനകത്ത് അവിയലെന്നൊക്കെ പറഞ്ഞാൽ മുരിങ്ങയ്ക്കൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കിടക്കും, ഇങ്ങനെ കുഴഞ്ഞ് മറിയില്ല. അപ്പോൾ ഒരു സാലഡ് പോലെ ഇരിക്കുകയും ചെയ്യും, കാണാൻ നല്ല രസം. അതിനകത്ത് ക്യാരറ്റ്, അതിനകത്ത് മുരിങ്ങക്കോല്, അതിനകത്ത് പടവളങ്ങ, അതെല്ലാം തേങ്ങ അരച്ച് കിടക്കുന്ന കൊണ്ട് വിളമ്പുമ്പോൾ ചിലപ്പം കടലയും കൂടെ ആഡ് ചെയ്യും. അപ്പോൾ അത് എടുക്കുമ്പോഴും അത് കഴിക്കുമ്പോഴും ഒരു ഗുഡ് ഫീലുണ്ട്. നമ്മൾ ഈ പ്രസൻറ്റ് ചെയ്തിട്ട് നമ്മൾ ഇരുത്തുമ്പോൾ നമ്മൾ ഡൈനിലേക്ക് കിങ് പോലെ ആയിരിക്കും. നമ്മളൊരു ക്വീൻ ഇരിക്കുന്നു, വലിയൊരു കിങ് ഇരിക്കുന്നു. അപ്പോൾ ചോറ് വിളമ്പുന്നത്, പരിപ്പൊഴിക്കുന്നത്, പപ്പടമായിട്ട് കഴിക്കുന്നത് ഒരു രാജകീയമായ ഫീലാണ് അല്ലേ, ഒരു ദാരിദ്ര്യമായ ഫീലല്ലോ. എന്നിട്ട് അത് കംപ്ലീറ്റ് വടിച്ച് വിരൽ നക്കുമ്പോൾ കിട്ടുന്നൊരു
ഓ നട്ടുച്ചയ്ക്ക് തന്നെ ഇത് പറയണം. ചിന്തിച്ച് നോക്കി, ഒന്ന് വിഷ്വലൈസ് correct ചെയ്യാം അല്ലേ? എന്നിട്ട് പായസം കഴിച്ചിട്ട് വേണം പുളിശ്ശേരി കഴിച്ചിട്ട് വേണം പച്ചമോര്. ഇത് എത്ര പേർക്ക് അറിയാം? എല്ലാവരും പായസം ലാസ്റ്റ് കഴിക്കാതിരിക്കും, അടിച്ച് മത്തായിപ്പോൾ. അതെ, നമ്മൾ സാമ്പാറും ചോറും കുറച്ച് മാറ്റി വയ്ക്കുക, എന്നിട്ട് ആ ഇലയിൽ പായസം ഒഴിക്കുക. അപ്പോൾ ആദ്യം നമുക്ക് ആ പായസം കഴിക്കുന്നു, അപ്പോൾ ബോളിയായിട്ട് പായസം കഴിക്കില്ല, കുറച്ച് ടേസ്റ്റ് ചെയ്യും. എന്നിട്ട് ആ സാമ്പാറും ചോറിനെയും പുള്ളിയും ചെയ്യും. അതിലേക്കാണ് പുളിശ്ശേരി ഒഴിക്കുന്നത്. കൊല്ലം തിക്ക് പുളിശ്ശേരിയാണ്, ഈ ഓടിപ്പോകുന്ന പുളിശ്ശേരി. പുളിശ്ശേരി കഴിക്കുമ്പോൾ നമുക്ക് ആൽക്കലൈനിൽ നിന്ന് നമ്മൾ നേരെ അസിഡിറ്റിയിലേക്ക് കയറി ബാലൻസ് ചെയ്യുക pH വാല്യൂ. പിന്നെ ആ അസിഡിറ്റി, അപ്പോൾ നമ്മൾ ടക്കെന്ന് എണീറ്റ്, മറ്റേ മന്ദതയാവുമല്ലോ എണീറ്റ്. പിന്നെ പച്ചമുളക് കൂടെ കുടിച്ച് പിന്നെ രസം കൂടെ കുടിക്കാൻ ഫീൽ ഗുഡ്. ഈ രസം എന്ന് പറഞ്ഞാൽ എന്താണ്? രസം ആസിഡ്, അതാണ് എൻ്റെ അർത്ഥം. നല്ല രസം എന്നല്ല, രസം, അതായത് ദഹിച്ചു പോകാനുള്ള രസം. അതുകൊണ്ടാണ് ബിരിയാണിയെ കഴിഞ്ഞിട്ട് ഇച്ചിരി രസം എടുക്കട്ടെ എന്ന് പറയുന്നത്. ആസിഡ്, രസക്കൂട്ടുകൾ, രസതന്ത്രം, മനസ്സിലായി, രസം ഫുള്ള് നമ്മുടെ ദഹനത്തിനെ സഹായിക്കുന്നു. ഇതാണ് അത്. ഞാൻ പിന്നെയും പറഞ്ഞല്ലോ, എഡ്യൂക്കേറ്റ് ചെയ്യുക, നമ്മൾ പഠിക്കുക, നമ്മൾ കുട്ടികളെയും പഠിപ്പിക്കുക. ഫുഡ് എങ്ങനെ റിഫൈൻ ചെയ്യാൻ പറ്റും. ഫുഡിനെ റിഫൈൻ ചെയ്യുമ്പോൾ ലൈഫ് മാറും. ലൈഫ് ഭയങ്കര മാജിക്കലായിരിക്കും. കാരണം നമ്മളെ ഓറ മാറും, നമ്മളെ തോട്ട് പ്രോസസ്സ് മാറും, നമ്മളെ ലാംഗ്വേജ് മാറും, നമ്മളെ റിഫ്ലെക്സുകൾ മാറും. ഇതെല്ലാം നിൽക്കുന്നത് ഫുഡിലാണ്. നമുക്കൊരു കുഞ്ഞ് റാപ്പിഡ് ഫയർ സെക്ഷനിലോട്ട് പോയാലോ? ആ ഡിഷ് യു ക്യാൻ കുക്ക് ബ്ലൈൻഡ് ഫോൾഡഡ്, കണ്ണ് കെട്ടിക്കൊണ്ട് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷ്. പുട്ടും പീനട്ട് ബട്ടറും. ആ, അത് നല്ലൊരു കോമ്പിനേഷനാണ്. ഭയങ്കര വൈറലായ വീഡിയോ. അതെ, ഏത് കണ്ണ് കെട്ടിയിട്ടാലും ഷെഫ് പോയി കറക്റ്റായിട്ട് പുട്ടുണ്ടാക്കിയിരിക്കും. പുട്ടുണ്ടാക്കാം, ഓംലെറ്റ് ഉണ്ടാക്കാം. ട്രൈ ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും ബ്ലൈൻഡ് ഫോൾഡഡ് ആയിട്ട്? മിക്കവാറും നമ്മൾ കാണുന്നില്ലല്ലോ. ഇങ്ങനെ ജസ്റ്റ് നമ്മൾ ഒരു മാജിക് പോലല്ലേ നമ്മൾ കുക്ക് ചെയ്യാൻ സമയം. അപ്പം അത് രസമാണ്. നമ്മൾ ഇങ്ങനെ നോക്കിയിരുന്ന് അതെടുത്ത് വരുന്നു അങ്ങനൊന്നുമില്ല. കംപ്ലീറ്റ് ഇല്ല. അതിനകത്ത് കയറി കഴിയുമ്പോൾ പിന്നെ എല്ലാം കയ്യിലോട്ട് ബ്ലൈൻഡ് ഫോൾഡഡ് ആണ്. ഇങ്ങനെ കെട്ടുന്നില്ലെന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ സ്മെല്ലും ഉണ്ടല്ലേ പിടിക്കുന്നത്. ശരിക്കും ഈ സ്മെല്ല് നോക്കിയിട്ട് നമുക്ക് ഇങ്ങനെ ഉപ്പ് നോക്കാൻ പറ്റുമോ? എല്ലാത്തിനും ഫ്ലേവേഴ്സ് ഉണ്ടല്ലോ അല്ലേ? മനുഷ്യന് ഫ്ലേവേഴ്സ് ഉണ്ട്, എല്ലാ ഫ്ലേവേഴ്സാണ്. അപ്പോൾ ആ ഫ്ലേവർ വെച്ച് പിടിക്കാം. ഒരാൾ ദേഷ്യപ്പെടുമ്പോൾ അയാളുടെ ഫ്ലേവർ മാറും. അതെ, അയാൾ നല്ല മൂഡിലായിരിക്കുമ്പോൾ ഫ്ലേവർ മാറും. നമുക്ക് ഹാപ്പി ഹോർമോൺസ് എന്ന് പറയുന്ന പോലെ നമുക്കത് അറിയാൻ പറ്റും. അപ്പം നമുക്ക് അതേപോലെ തന്നെ ഈ ഡിഷസിനെല്ലാം ഫ്ലേവേഴ്സ് ഉണ്ട്. ഈ ഡിഷ് കുക്ക് ചെയ്യുന്ന ആളും ആ ഡിഷുമായിട്ട് ബന്ധമുണ്ട്. അതെ, അയാൾ ഹാപ്പി ഹോർമോൺസിൽ കുക്ക് ചെയ്യുന്നതും അയാൾ അരഗൻസിൽ കുക്ക് ചെയ്യുന്നത് ആ ഡിഷിന് രണ്ട് ടേസ്റ്റ് ആയിരിക്കും അല്ലേ? അതാണല്ലോ ചിലരൊക്കെ പറയുന്നത്, നമ്മൾ ഇഷ്ടപ്പെട്ട് സ്നേഹത്തോടെ വിളമ്പുന്നതിന് ഒരു ടേസ്റ്റ് ഉണ്ടെന്ന്. ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഇൻഗ്രീഡിയൻറ്റ് ഇൻ എനി ഡിഷ്, ദ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഇസ് ലവ്. അതുണ്ടെങ്കിലേ അല്ലേ ആർക്കെങ്കിലും വേണ്ടി ഉണ്ടാക്കിയാൽ പോരല്ലോ, നമ്മൾ അങ്ങനെ ആ ഒരു ഇഷ്ടത്തോടു കൂടി ഉണ്ടാക്കണം. അതിന് നൂർജഹാൻ ചെയ്യേണ്ടത് കുറച്ച് ചോറും കുറച്ച് പരിപ്പ് കറിയും കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് സ്പൂണി വാരി തിന്നണം. എന്നിട്ട് കൈ കൊണ്ട് വാരി തിന്നണം. സ്പൂണ് വാരി തിന്നുന്നത് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് കൈയും സ്പൂണും സെയിം ജോലിയല്ലേ ചെയ്യും. കാരണം ഇതിനകത്തോട് ട്രാൻസ്ഫർ ചെയ്യുന്ന ഹോർമോൺസ് ഉണ്ട്. നമ്മളൊരു കുട്ടിയെ തൊടുമ്പം അതിന് മനസ്സിലാവുന്നെന്ന് പറയുന്നത്, ചില ആൾക്കാർ നമ്മളെ ടച്ച് ചെയ്യുമ്പം അതിന് പല മീനിങ് ഉണ്ടെന്ന് എങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? അതെ അല്ലേ ഷെഫ്, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പോൾ ചില സമയം നമുക്ക് വീട്ടിൽ ഒട്ടും ഇഷ്ടപ്പെടാത്ത ഫുഡായിരിക്കും, കറി കൊള്ളൂല എന്ന് പറഞ്ഞ് മാറ്റി വെക്കുമായിരിക്കും. അപ്പോഴായിരിക്കും അമ്മ വന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് അമ്മയുടെ കൈ കൊണ്ട് വരുത്തരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ആലോചിച്ചു, അതിനൊരു മാജിക് ഉണ്ടല്ലോ. നമ്മളപ്പോൾ ഈ കറി കൊണ്ട് ഇങ്ങനെ തരാൻ പറ്റി, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതാണല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു സെൻസ് അല്ലേ? നമ്മളിപ്പോൾ നമ്മളെ അച്ഛൻ നമ്മളവിടെ പിടിക്കുന്നത്, നമ്മളെ ബോയ് ഫ്രണ്ട് നമ്മളെ പിടിക്കുന്നത്, ഫോർ എക്സാമ്പിൾ, രണ്ടും ആണുങ്ങളല്ലേ? അതെ, രണ്ടും രണ്ട് ഫീലല്ലേ? ഉറപ്പായിട്ടും. അതെങ്ങനെ സംഭവിക്കുന്നു? സോ ഇത് തന്നെയാണ് ഫുഡിനോടുള്ള നമ്മളെ ടച്ച്. ഇത് എത്ര ഡിബേറ്റ് ആണെങ്കിലും ദാറ്റ് ഈസ് എ ഫാക്ട്. ഫുഡിൽ നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്ത് ഫുഡും നമ്മളുമായിട്ട് സെൻസ് ഉണ്ടാവണം. ഒരു ലാംഗ്വേജ് ഉണ്ട്. ഫുഡ് നമ്മളെ ഫ്യൂവലാണ്. അപ്പോൾ ഞാൻ മൊബൈലിൽ നോക്കിക്കൊണ്ട് തിന്നുന്നതും മൊബൈലിൽ നോക്കിക്കൊണ്ട് താങ്കൾക്ക് അറ്റൻഷൻ തരുന്നതിനും ഒരേ ഫീലാണ്. യു വിൽ ഗെറ്റ് ഇറിറ്റേറ്റഡ്. സെയിം വേ ദ ഫുഡ് വിൽ ഗെറ്റ് ഇറിറ്റേറ്റഡ്. ഇറ്റ്സ് ലൈഫ്. അന്നം പരബ്രഹ്മം, അന്നം മഹാശജ്യം, ഫുഡ് ഇസ് ഗോഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് യുവർ പേഴ്സണാലിറ്റി വാസ് എ ഡിഷ്, വാട്ട് വുഡ് ഇറ്റ് ബി? പഴങ്കഞ്ഞി. അതിലും വലിയ ടേസ്റ്റ് ഉണ്ടോ ചട്ടിക്കകത്ത്
ചോറൊക്കെ ഇട്ട് തലേന്ന് ഇച്ചിരി ചെറിയ ഉള്ളിയും കാന്താരി മുളകും ഒക്കെ ഇട്ട് വെള്ളം ഒഴിച്ച് ഇങ്ങനെ മാറ്റി വെച്ചിട്ട് രാവിലെ ചെന്ന് അതിനെ കാണുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ട്. ആഹാ. അതെ, തട്ടത്തിന്മറയത്തി നടക്കുക എൻ്റെ സാറേ. അല്ലേ? അതെ. അതിലോട്ട് ആ കൈ അങ്ങോട്ട് ഇറക്കുമ്പോൾ അതിനകത്തൊരു തണുപ്പുണ്ട്. ഇവിടെ എല്ലാരും വിശന്നിരിക്കാന്നാ എനിക്ക് തോന്നുന്നത്. ഞാൻ പഴകഞ്ഞിയല്ലേ പറഞ്ഞത്, ഞാൻ വലിയ വലിയ ബിൽഡപ്പ് കൊടുക്കുന്ന വേണ്ടല്ലോ, ഇത് മതിയല്ലോ. ആ തണുപ്പ് ഫീൽ ചെയ്തിട്ടുണ്ടോ പിന്നെ ആ ചട്ടിക്കകത്ത്? എന്നിട്ട് അതിനകത്തൊരു ഇച്ചിരി തൈര് ഒഴിച്ചിട്ട് പിന്നെയും കൈ കൊണ്ട് ഇളക്കുമ്പോൾ കൈക്കൊരു ഫീലുണ്ട്. ആ ഫീൽ ചെയ്യണത്. അതിനകത്ത് ഇച്ചിരി കപ്പയും കൂടെ ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ടിട്ട് പിന്നെയും ഞവിടുമ്പോൾ ഒരു ഫീലുണ്ട്. ഫീൽ ചെയ്യണം, ഭയങ്കര ഫീൽ. എനിക്ക് കണ്ടോ ഗൂസ് ബംസ് ശരിയാ. അതൊരു ആ ചട്ടിയും ആ പഴങ്കഞ്ഞിയായിട്ടുള്ള ആത്മബന്ധം അറിഞ്ഞാൽ അത് അങ്ങനെ മനസ്സിലാക്കുന്നവർക്ക് അത് അറിയാവും. ഇപ്പം താങ്കൾ ഇന്നൊരു സാൻഡ്വിച്ച് വാങ്ങിച്ചു വെച്ചു, പിറ്റേന്ന് പോയി തുറന്നു നോക്കുന്നു, ഈ ഫീൽ കിട്ടും. പോട്ട് ബിരിയാണി ഇന്ന് വാങ്ങിച്ചു വെച്ച് പിറ്റേന്ന് പോയി തുറന്നു നോക്കിയ ഈ ഫീൽ കിട്ടും. ലോകത്ത് പിറ്റേന്ന് പോയി തുറന്നു നോക്കുമ്പം ആ ചോറിൻ്റെ പുറത്ത് ആ ചെറിയ ഉള്ളി ഇങ്ങനെ ഓടി ഓടി നടക്കും അല്ലേ? അതിനകത്തൊരു ഇച്ചിരി ഉപ്പിൻ്റെ വെള്ളം ഇങ്ങനെ ഒഴിക്കും, അതിലേക്ക് കൈ ഡിപ്പ് ചെയ്യണം. അപ്പോഴാ മോനെ ഹല്ലേലൂയ. ഇതിലും കൂടി റെഫറൻസ് ഒന്നും വേണ്ട. ഒരു മലയാളിയെ നമുക്ക് എന്താ പറയാ ഇങ്ങനെ പറയാൻ പറ്റിയ ഒരു നെയിം ഇത് തന്നെ. കേരളത്തിൽ വേറൊരു ഡിഷ് ഇല്ല. എൻ്റെ ചെറിയ അറിവാണ്. ഓക്കെ, അടുത്തത് എ ഫുഡ് കോംബോ ദാറ്റ് സൗണ്ട്സ് ഇല്ലീഗൽ ബട്ട് ടേസ്റ്റ് അമേസിങ്. ഇല്ലീഗൽ ഫുഡുകൾ ഞാൻ അങ്ങനെ കഴിക്കാറില്ല. ടേസ്റ്റ് മാറ്റേഴ്സ് ബേസിക്കലി. ഐ എം എ ഗ്രേറ്റ് ഫാൻ ഓഫ് ക്ലബ് സാൻഡ്വിച്ച് വിത്ത് ബേക്കൺ ആൻഡ് അതർ തിങ്സ്. അത് ആ കറക്റ്റ് അവക്കാഡോ, കൊളസ്ട്രോ, 9mm ഫ്രൈസ്. അതിന് 9mm ഫ്രൈസൊക്കെ ബേസിക്കലി ഇല്ലീഗലാണ്, കാരണം അത് കഴിക്കാൻ പാടില്ല. പക്ഷേ ഇവിടെ എല്ലാം കൂടെ 6mm ആണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് ഐ ട്രാവൽ a lot and I used to eat the real club sandwich. എനിക്ക് ക്ലബ് സാൻഡ്വിച്ചിനോടാണ് എനിക്ക് ഭയങ്കര ടേസ്റ്റാണ്. പക്ഷേ ഒരു ബൈറ്റൊക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ കോൺഷ്യസ് റിജക്റ്റ് ചെയ്യാന്ന് പറയുന്നത്. പിന്നെ വൺസ് ഇൻ എ ബ്ലൂ മൂൺ യു ക്യാൻ ചീറ്റ് എന്ന് പറയുന്നത്. ഞാൻ പക്ഷേ ഇതിൽ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ അലുവയും മത്തിക്കറി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നുന്ന ആ ഒരു സംഭവം അങ്ങനെ ആളുകളെ ഇങ്ങനെ കഴിക്കുമോ അങ്ങനെ തോന്നിയാലും ബട്ട് കഴിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ കിടിലൻ കോംബോ ആയിട്ട് ഷെഫിന് ഫീൽ ചെയ്തിട്ടുള്ള സംഭവം. ഞാൻ കുട്ടിക്കാലത്ത് ചെയ്ത് എന്നെ അതിശയപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ ഈ കടലക്കറി പുട്ടിനകത്തിട്ട് ഞവടി കൊണ്ടുവരുന്ന സമയത്ത് ശർക്കരപ്പൊടി കൊണ്ടുവന്ന് ഇട്ടാണ്. ഞാൻ പറഞ്ഞു അയ്യേ ഇതെന്തോ കാണിക്കുന്നതെന്ന് ചോദിച്ചു. അമ്മ പറഞ്ഞ് കഴിച്ചു നോക്കാൻ പറഞ്ഞു. എൻ്റെ മോനെ പിറ്റേ ദിവസം തൊട്ട് ഞാൻ പുട്ടും ശർക്കരപ്പൊടിയും കടലക്കറിയും കൂടെ ചേർത്ത് കഴിക്കും. സ്റ്റിൽ കഴിക്കും അങ്ങനെ? ഇപ്പോഴും കിട്ടിയാൽ കഴിക്കും. പക്ഷേ ഇപ്പം ഇതാണ് എന്നെ അമേസിംഗ് ആയിട്ട് തോന്നില്ല. അല്ല കടലക്കറിക്കകത്ത് ശർക്കരപ്പൊടിയോ അല്ലെ ഇച്ചിരി പഞ്ചസാര ഇട്ടാലും മതി, ഭയങ്കര ടേസ്റ്റാണ്. ട്രൈ ചെയ്തു. ഓക്കെ, അടുത്തത് ആ ഫുഡ് ട്രെൻഡ് ദാറ്റ് ഷുഡ് ഡിസപ്പിയർ. ഇപ്പോഴത്തെ കറണ്ട് അറബിക് ട്രെൻഡ് കറണ്ട് അത് ഷുഡൻറ്റ് ഡിസപ്പിയർ. യു മേക്ക് ഇറ്റ് സ്റ്റാൻഡർഡൈസ്ഡ്. കൺട്രോൾ കൊണ്ടുവരണം. കൺട്രോൾ മാത്രമല്ല സ്റ്റാൻഡർഡൈസ്. അതായത് ദ റിയൽ ഷവർമ ഹാസ് ടു കം, ദ റിയൽ മന്തി ഹാസ് ടു കം. നമ്മുടെ നാട്ടിൽ റിയൽ മന്തി ഷവർമ ഒന്നുമില്ല. കാണുമായിരിക്കാം, എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഭാഗ്യമുണ്ട്. ഈ വൈറ്റിൽ കിട്ടുന്നത് റിയൽ അല്ല. അങ്ങനെ പറയാൻ പറ്റില്ല. ഞാനിപ്പോൾ ദുബായിൽ അബുദാബിയിലൊക്കെ 10-30 വർഷം ഉണ്ടായിരുന്നു. സോ ഞാൻ അവിടെ ടേസ്റ്റ് ചെയ്തൊരു ഫ്ലേവർ എനിക്കിവിടെ കിട്ടിയിട്ടില്ല. ആ ഹുബൂസ് ഉൾപ്പെടെ അവിടെ ഷവർമ ഹുബൂസ് ഉണ്ട്. ഈ ഹുബൂസ് ഓപ്പൺ ചെയ്തിട്ട് ഇതിനകത്തോട്ട് ഈ തവിയിൽ കേട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂട് കാണിക്കും. എന്നിട്ട് ഇത് കയ്യിൽ വെച്ചിട്ടാണ് അവർ ഷ്രെഡ് ചെയ്യുന്നത്. മനസ്സിലായത്? തൂമ്പെന്ന് പറഞ്ഞ സാധനം തേച്ചിട്ട് എന്നിട്ട് അതിൽ 2 ഗർഗൻസോടും ജസ്റ്റ് റോൾ ചെയ്യും. ഭയങ്കര രസം അത് കാണാൻ. ഷവർമയായിരുന്നു. അങ്ങനെയുള്ളൊരു ഷവർമ ഒന്നും ഇവിടെ ഇല്ല, ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടില്ല. ഈ മയോണൈസിൻ്റെ പരിപാടിയൊന്നും അവിടെ ഇല്ല. ഗാർലിക് തൂം അവിടെ ചെയ്യുന്നത്. അവിടെ മയോണൈസിൻ്റെ പരിപാടിയൊന്നും ഇല്ല. മയോണൈസ് ഇത്രയും ആക്രാന്തം മൂത്ത് ചോദിച്ച് വാങ്ങിച്ച് 2ാമതും 3ാമതും ഒക്കെ തിന്നുന്നത്. പക്ഷേ പലർക്കും ഇപ്പോൾ ഈ പറഞ്ഞതൊക്കെ ചൊറിയും ചിരങ്ങും പൈൽസും ഒക്കെ ആയിട്ട് കിടന്ന് കഷ്ടപ്പെടുക. പുറത്ത് പറയുന്നതില്ലെന്നേ ഉള്ളൂ. ഒരുപാട് ചെറുപ്പക്കാരികളും 2-3 ദിവസം ടോയ്ലറ്റിൽ പോകാത്ത ജന്മങ്ങളുണ്ട്. കാരണം അവർക്ക് വയറ്റിനകത്ത് കയറി ഇതങ്ങ് ജാമാവുമല്ലോ. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഒരു ഡിസപ്പിയർ വേണ്ട, ഒരു കൺട്രോൾ വരുത്തേണ്ടത് ഇതിനാണ്. ഇമ്പ്രൂവ് ചെയ്യുക, ബെറ്റർ ആക്കുക. എന്നിട്ട് ഇപ്പോൾ കിച്ചണിനകത്തുള്ള ആൾക്കാർ കുറച്ചും കൂടെ ഇതൊക്കെ അറിയാവുന്ന പണിക്കാരെ കൊണ്ടുവരിക. കാരണം ഇവിടെ ഉള്ള ആൾക്കാരെല്ലാം ഇപ്പം ഞാൻ പഠിപ്പിച്ചിട്ട് വേറെ ആൾ പഠിച്ചു. ഇപ്പോൾ ഇവിടുത്തെ കിച്ചണിൽ നിൽക്കുന്ന സോ കോൾഡ് വർക്കേഴ്സ്, കിച്ചൺ വർക്കേഴ്സ് വെസ്റ്റ് ബംഗാളിൽ നിന്നൊക്കെ വന്ന് ഇവരൊന്നും ബേസിക്കലി അറബി നാട് കണ്ടിട്ട് പോലുമില്ല. പിന്നെ എങ്ങനെയാണ് ഇവർക്ക് അറബിക് ഫുഡ് അറിയാവുന്നത്? അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്തെടുക്കുക.
ഇവിടുത്തെ മന്തി ഫാൻസ് അറ്റാക്ക് ചെയ്യൂ? ഇല്ല അവർ കഴിക്കണം, ഞാൻ അവർ കഴിക്കരുതെന്നൊന്നും പറഞ്ഞില്ല. ഇവിടുത്തെ 140 കോടി ജനമുണ്ട് നൂർജഹാൻ കേരളത്തിൽ. എല്ലാവരും 100 വർഷം വരെ ജീവിച്ചിരുന്നാൽ കഷ്ടമല്ലേ? കുറേയൊക്കെ പോകണം, കുറേയൊക്കെ തീരണം, കുറേയൊക്കെ അല്ലേ, കുറേയൊക്കെ നെഞ്ചത്തിടിച്ച് നിലവിളിക്കണം. അപ്പം പിന്നെ പഠിക്കും. അപ്പോൾ പിന്നെ സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ് വരും. സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂരിയസ് ടു ഹെൽത്ത് എന്ന് പറയുന്നതാണ്. ഷുഗർ കഴിച്ചല്ലേ ഏറ്റവും കൂടുതൽ. ഡയബറ്റിക് വന്നാണ് സ്മോക്കിങ്ങിനെക്കാട്ടിയും കൂടുതൽ ആൾക്കാർ ചത്തിട്ടുള്ളത് അല്ലേ? എവിടെ എഴുതിച്ചിട്ടുണ്ടോ കൺസംഷൻ ഓഫ് ഷുഗർ ഹോസ്പിറ്റലിൽ നടത്തുന്ന നേരത്ത് ആൾക്കാർക്ക് ചോദിച്ചാൽ ഡയബറ്റിക് വന്നാണ് കൂടുതൽ ആൾക്കാർ മരിച്ചിരിക്കുന്നത്, സിഗരറ്റ് വലിച്ചല്ല. പക്ഷേ എല്ലായിടത്തും എഴുതി കാണിക്കുന്ന സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂരിയസ് ടു ഹെൽത്ത്. ഓക്കെ, വാട്ട് ഈസ് യുവർ കംഫോർട്ട് ഫുഡ് ആഫ്റ്റർ എ സ്ട്രെസ്ഫുൾ ഡേ? ചോറും ചമ്മന്തി. ചമ്മന്തി, ഒരു നല്ലൊരു ചമ്മന്തിയുടെ റെസിപ്പി പറയാം. നല്ല ഇഞ്ചി, മാങ്ങാഞ്ചി എന്ന് പറയുന്ന ഇഞ്ചിയാണ്. അറിയാം. മാങ്ങാഞ്ചി, ജാതിക്കയും ചേർത്ത് മാങ്ങാഞ്ചിയും വെച്ച് തേങ്ങയും വെച്ചിട്ട് കല്ലുപ്പ് ഇട്ട് കരിവേപ്പില ഇട്ട് കാന്താരി മുളകും വെച്ച് ചമ്മന്തി അരയ്ക്കുക. ഒരുപാട് അരച്ച് വൃത്തിയിടാക്കരുത്, ചതച്ചെടുക്കുക. ഓരോരു ചമ്മന്തി ഫീൽ ആയിരിക്കണം. അത് കല്ലിലരയ്ക്കാൻ പറ്റുമെങ്കിൽ കല്ലിലരയ്ക്കുക, അല്ലെങ്കിൽ മിക്സിയിൽ അരയ്ക്കുക. കല്ലുപ്പായിരിക്കണം മാൻഡേറ്ററി. ഇത് അരച്ചതിന് ശേഷം ഇതൊരു വടിച്ച് വാഴയിലേക്ക് ഇട്ടിട്ട് അതിലൊരു 3-4 തുള്ളി നേരത്തെ പറഞ്ഞ കണക്ക് വെന്ത വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉരുട്ടിയെടുക്കുക. ഉരുട്ടിയെടുത്തിട്ട് അധികം ശകലം എടുത്തിട്ട് ചട്ടിക്കകത്ത് ചോറെടുക്കണം. ചട്ടിക്കകത്ത് ഒരു ഫീലാണ്. ഈ ചോറിനകത്തോട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കണം. ട്രൈ ചെയ്ത് നോക്കണേ. ചോറ്, ചൂട് ചോറിനകത്ത് ഇച്ചിരി വെളിച്ചെണ്ണ. കുത്തിരി ചോറ്, നമുക്ക് വെള്ളച്ചോറ് ഇഷ്ടമല്ല. ഈ ചൂട് ചോറിനകത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നല്ല പച്ച വെളിച്ചെണ്ണ അല്ലെങ്കിൽ വെന്ത വെളിച്ചെണ്ണ ശകലം ഒഴിക്കുക. എന്നിട്ട് ഇത് ഞവടണം. അപ്പോൾ ഈ വെളിച്ചെണ്ണയുടെ ഫ്ലേവർ കയ്യിൽ പിടിക്കും. എന്നിട്ട് ചമ്മന്തി ഇടണം. വീണ്ടും ചമ്മന്തിയും ചോറും ഈ വെളിച്ചെണ്ണയും. പപ്പടമൊക്കെ ലക്ഷറിയാണ്. ഇത് മാത്രം കഴിച്ചു നോക്കാം. പിന്നെ വീട്ടിൽ അമ്മ ഉണ്ടാക്കിയ കടുക് മാങ്ങ, മറ്റേ അച്ചാറുണ്ടെങ്കിൽ അത് മണത്തിന് മതി, കഴിക്കണമെന്നില്ല. ഇങ്ങനെ ഭയങ്കര ശരിയായി. അയ്യോ വിശക്കുന്നല്ലോ ഷെഫേ. ഞാൻ ചോറൊക്കെയാണ് പറഞ്ഞത്. അതെ, വേറൊന്നും പറഞ്ഞു. നമ്മൾ ഷവർമയുടെ കാര്യവും അതൊക്കെ പറഞ്ഞു, പക്ഷെ അപ്പോഴൊന്നും ഈ ഒരു സംഭവം വരുന്നില്ല. ഞാൻ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കപ്പലണ്ടി ഇല്ലേ, കപ്പലണ്ടി നല്ല പച്ച കപ്പലണ്ടി കിട്ടും. അതൊന്ന് ജസ്റ്റ് വറുത്തെടുക്കുക. എന്നിട്ട് നല്ലെണ്ണയില്ലേ, നല്ലെണ്ണ പാനിലൊഴിക്കുക. നല്ലെണ്ണ എന്ന് പറഞ്ഞാൽ എന്താ? എള്ളെണ്ണയാണ് നല്ലെണ്ണ. അത് പച്ച കളർ ഇരിക്കണം. പക്ഷെ ഇവിടെ ഇപ്പം എല്ലാം ഗോൾഡ് കളർ. അതെ, നല്ലെണ്ണ എന്ന് പറയുന്നതിനാണ് പണ്ട് പച്ചെണ്ണ എന്ന് പറയുന്നത്. ഈ പച്ചെണ്ണയാണ് എള്ളെണ്ണ. ഈ എള്ളെണ്ണ ഒറിജിനൽ കിട്ടിയാൽ, ഇല്ലെങ്കിൽ വെളിച്ചെണ്ണയാലും ഉപയോഗിക്കാം. ഈ എണ്ണയ്ക്കകത്ത് പച്ചമുളക് ഇടണം. പച്ചമുളക് ജസ്റ്റ് ഒന്ന് ഒരു ഗോൾഡൻ ഫ്രൈ പോലെ ആവും അല്ലേ. അതിനകത്തോട്ട് ഒരു പിടി കപ്പലണ്ടി ഇടണം. വറുത്ത കപ്പലണ്ടി ഇടാം. എന്നിട്ട് ഇത് റോസ്റ്റ് ചെയ്യണം. അതിലേക്ക് ഒരു നുള്ളി ജീരകം ഇടണം. ഒരു 2-3 അല്ലി വെളുത്തുള്ളി ഇടണം. ഓക്കെ, എന്നിട്ട് കരിവേപ്പില ഇടണം. എന്നിട്ട് ഇത് അരയ്ക്കണം. ഇതിലേക്ക് ലേശം നാരങ്ങ നീര്, കല്ലുപ്പായിരുന്ന ബെസ്റ്റ്. ഇത് ഉരുട്ടിയെടുത്തിട്ട് ചോറിൻ്റെ കൂടെ കഴിച്ചു നോക്കണം. ഇത് കപ്പലണ്ടി ചമ്മന്തി. അത് കൊള്ളാം. ഇത് പക്ഷേ എണ്ണയിൽ ചെയ്ത് എടുത്ത് കരിവേപ്പിലയും ഒക്കെ ആയിട്ട് റോസ്റ്റ് ചെയ്ത് ഒന്ന് അരയ്ക്കാൻ പറ്റുമെങ്കിൽ അരച്ചിട്ട്, കല്ലുപ്പാണ് ബെസ്റ്റ്, ഉരുട്ടിയെടുത്ത് താങ്കൾ ചോറിൻ്റെ കൂടെ കഴിച്ചു പോകണം. വേറെ ഒന്നും വേണ്ട. സ്വന്തം റെസിപ്പിയാണോ ഇത്? ഇത് ഒന്നും സ്വന്തമല്ലല്ലോ, എല്ലാം നമ്മൾക്ക് എക്സ്പീരിയൻസിൽ നിന്ന് വരുന്നു. ഞാനിതിൻ്റെയൊക്കെ പല ഫോർമാറ്റ് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പം അതിനെ അപ്ഗ്രേഡ് ചെയ്ത് നമ്മുടേതായിട്ടുള്ള ഒരു ടച്ച് കൊണ്ടുവരും. അടിപൊളി. ഇഫ് യു കുഡ് ഈറ്റ് ഓൺലി 1 കറി ഫോർ എവർ, ജീവിതകാലം മൊത്തം ആ കറി കൂട്ടിയേ ചോറുണ്ണാൻ പറ്റുള്ളൂ, അപ്പം എന്ത് കറി ചൂസ് ചെയ്യും? അമ്മ കുട്ടിക്കാലം തൊട്ട് ചെയ്യുന്ന ഒരേ ഒരു കറി. ഞാൻ അന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട് ഈ അമ്മച്ചിക്ക് കറി എന്തെങ്കിലും ഒക്കെ ഉണ്ടായിക്കൂടെ. പിന്നെ ഇപ്പം സ്ഥിരം കടയിൽ പറഞ്ഞ് ഞാനത് ചെയ്യിപ്പിക്കും. മാങ്ങയും മുരിങ്ങയ്ക്കയും, പച്ചമാങ്ങയുടെ സമയം, മുരിങ്ങയ്ക്ക ഇട്ടിട്ട് തേങ്ങ അരയ്ക്കും. തേങ്ങ അരച്ച മീൻകറി എന്ന് പറയും. തേങ്ങ അരച്ചിട്ട് മാങ്ങയും മുരിങ്ങയ്ക്ക ഇട്ടിട്ട് അതിനകത്ത് നമുക്ക് പ്രോൺസ് ഇടാം, ചാള ഇടാം, ചൂര ഇടാം. പക്ഷെ തേങ്ങ അരച്ച മീൻകറി, ചൂട് ചോറും തേങ്ങ അരച്ച മീൻകറി. ഈ മുരിങ്ങക്കോലിനകത്ത് ഈ മാങ്ങയുടെ ടേസ്റ്റ് പിടിക്കും. അപ്പോൾ നമ്മളിങ്ങനെ കഴിക്കുന്ന സമയത്ത് ആ മുരിങ്ങയ്ക്ക് പ്രത്യേക ടേസ്റ്റാണ്. ഈ മാങ്ങയുടെ രുചി ഈ തേങ്ങയ്ക്കകത്തോട്ട് പറയും. അസാധ്യം. അത് കൊള്ളാം. അതെ, ഇത് ഇപ്പോൾ തേങ്ങ കിട്ടിയില്ല, തേങ്ങയ്ക്ക് വില കൂടുതലാന്ന് വെച്ചോ,
ക്യാരറ്റ് ഇല്ലേ, ക്യാരറ്റ്. ക്യാരറ്റ് എണ്ണ ചൂടാക്കുക, എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി എല്ലാം റോസ്റ്റ് ചെയ്യത്തില്ലേ, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ക്യാരറ്റ് തിൻ സ്ലൈസ് ചെയ്തിട്ട് റോസ്റ്റ് ചെയ്യണം. റോസ്റ്റ് ചെയ്തിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മീൻകറിക്കുള്ള മസാല, ഒരു നുള്ള് ഉലുവ ഇതിട്ടിട്ട് റോസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇതങ്ങ് ചുമക്കുമല്ലോ, ഒരു ചുമന്ന് ഇതിനെ പതുക്കെ എടുത്ത് മിക്സിയിൽ അങ്ങ് അടിക്കണം. അടിച്ചിട്ട് തിരിച്ചൊഴിക്കണം. തിരിച്ചൊഴിക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ ഒന്ന് കടുക് വറുക്കാം, എന്നാൽ തിരിച്ചൊഴിക്കണം. ഇതിനകത്ത് ഈ പറയുന്ന കണക്ക് മുരിങ്ങയും മാങ്ങയും മീനിട്ട് കറി വെച്ചാൽ ക്യാരറ്റാന്ന് ആരും പറയില്ല, തേങ്ങ അരച്ച പോലെ ഇരിക്കും. ട്രൈ ചെയ്ത് നോക്കൂ. ഇതുവരെ ഞാനത് കണ്ടിട്ടില്ല കേട്ടോ. അതല്ലേ ഞാൻ അവിടെ ഇരിക്കുന്നത്. അത് കൊള്ളാം. ഇത് സ്ഥിരമായിട്ട് വെക്കുന്നതാ ഇങ്ങനെ? എൻ്റെ പിന്നെ ക്യാരറ്റ് അരച്ച മീൻ കറി എന്ന് പറയും. ഇത് ആക്ച്വലി ഞാൻ ചൈനയിൽ പോയപ്പം എനിക്കവിടെ തേങ്ങ കിട്ടിയില്ല. എനിക്ക് അതെ ഈ മുരിങ്ങയും വാങ്ങിയിട്ട് മീൻകറി തിന്നണം, വേറെ നിവർത്തിയില്ല. അപ്പോൾ ഞാനൊന്ന് ആലോചിച്ചു ഈ ടെക്സ്ചർ എങ്ങനെ പിടിക്കാം. അപ്പോൾ ഞാൻ ഈ ടെക്സ്ചർ പിടിച്ച് അങ്ങനെ ഞാൻ കണ്ടുപിടിച്ച ഒരു സബ്സ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ 45 രൂപ 49 രൂപ ഒരു തേങ്ങയ്ക്ക് 2 കഷ്ണം ക്യാരറ്റ് മതി. അതും പച്ചക്കറി വാങ്ങിക്കുമ്പോൾ പറയും ചേട്ടാ 2 ക്യാരറ്റ് കിട്ടാൻ ഫ്രീ ആകും അല്ലേ, അതൊരു കിറ്റ് വാങ്ങുമ്പോൾ കിട്ടും. ക്യാരറ്റ് അരച്ച മീൻകറി തേങ്ങ അരച്ച പോലെ ഇരിക്കും. പക്ഷേ ഈ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഗോൾഡൻ ഫ്രൈ ആവണം. ഈ ഇഞ്ചി വെളുത്തുള്ളി ഈ തക്കാളി ഇല്ല മറ്റേ ഇഞ്ചി വെളുത്തുള്ളി കരിവേപ്പില ചെറിയ ഉള്ളി എല്ലാം മൂപ്പിക്കുന്ന സമയമുണ്ടല്ലോ എണ്ണയിൽ, കുറച്ച് ഓയിൽ മുമ്പോട്ട് നിർത്തിയിട്ട് പൊടിക്ക് മൂപ്പിക്കുന്ന സമയത്ത് ഇവനും കയറണം ഉലുവപ്പൊടി ഇട്ടിട്ട്. എന്നാൽ ഇതിനകത്താണ് നമ്മൾ മസാല ഇട്ട് റോസ്റ്റ് ചെയ്ത്, ഈ റോസ്റ്റ് ചെയ്ത് എടുത്തിട്ട് ഒന്ന് തണുത്തിട്ട് മിക്സിയിൽ അടിച്ചിട്ട് നമ്മൾ തേങ്ങ അരക്കത്തില്ലേ, വെള്ളം ചേർക്കുക, അരച്ച് നല്ല അരപ്പ് കിട്ടും. ഈ അരപ്പ് ഇട്ട് വെള്ളം ഒഴിച്ച് ലൂസാക്കണം. അതിനകത്ത് വേണമെങ്കിൽ മറ്റേ കുടംപുളി ഇല്ലേ, 2 കുടംപുളി ഇടാം, ഇല്ലെങ്കിൽ മാങ്ങയും തേങ്ങയിട്ട് കറി വയ്ക്കാം. സിമ്പിൾ. തേങ്ങ ലാഭം. പോകെ പോകെ കേരളത്തിൽ തേങ്ങയില്ലാണ്ടാകുമ്പോൾ ഇത് പ്രാബല്യത്തിൽ വരും. ക്യാരറ്റ് മീൻകറി. ക്യാരറ്റ് മീൻകറി ഇതിനിപ്പോ കുറെ പേരുടെയൊക്കെ റീൽ കട്ട് വരുമായിരിക്കും, ക്യാരറ്റ് മീൻകറി അല്ലേ? ഞാനിന്ന് ഇന്റർവ്യൂവിന് വന്ന് പറഞ്ഞപ്പം പിള്ളേരെടുത്ത് പറഞ്ഞു, ഷെഫ് ഇപ്പോൾ തേങ്ങാപ്പാലുണ്ട് കാലി തട്ടിയിട്ട് നടക്കാൻ വയ്യ, എവിടെ തുറന്നാലും ചെറുതായിട്ട് കട്ട് ചെയ്യോ കുനുകുനാ കട്ട് ചെയ്യോ, പുതിയ 2 സാധനം പറഞ്ഞിട്ട് വരണേന്ന് പറഞ്ഞു. ഇതൊരു അതുകൊണ്ടൊക്കെ പറഞ്ഞത് ക്യാരറ്റ് മീൻകറി. ഓക്കെ, അതെ. ഇനിയിപ്പം നമുക്ക് തന്നെ കാണാൻ പറ്റും, മുകളിൽ ഷെഫ് സംസാരിക്കുന്നതും താഴെ ക്യാരറ്റ് മീൻകറി വെക്കുന്നതും. ഓക്കെ, അടുത്തത് കിച്ചൺ ഡിസാസ്റ്റർ യു സ്റ്റിൽ റിമെമ്പർ. കിച്ചൺ ഡിസാസ്റ്റർ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടുണ്ടോ? നമ്മളെ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയാം. നമ്മുടെ വേസ്റ്റ് വാട്ടർ ടാങ്ക് പൊട്ടുന്നതാണ്. പോയി കയ്യിൽ നിന്ന് പോയി, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അയ്യോ, അങ്ങനെ പല പ്രാവശ്യം ഉണ്ടാവും. കാരണം നമുക്കിവിടെ അങ്ങനെ ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഒന്നുമില്ല. നമ്മൾ ടാങ്കർ ലോറി വരുന്നു, നമ്മളെ വാട്ടർ ഒന്നുമില്ല, എല്ലാം നമ്മുടെ ഉത്തരവാദിത്വം. നമുക്കൊരു കോർപ്പറേഷനിൽ നിന്നും വേസ്റ്റ് മാനേജ്മെൻറ്റ് സപ്പോർട്ട്, കൊച്ചിയുടെ കാര്യമല്ല, ഞാൻ നേരത്തെ കൊച്ചി ആയിരുന്നു. പക്ഷേ കോർപ്പറേഷൻ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ റെസ്റ്റോറൻറ്റ്സിന് വേസ്റ്റ് മാനേജ്മെൻറ്റ് ഫെസിലിറ്റേറ്റ് ചെയ്തിട്ട് പൈസ വാങ്ങിക്കണം, എന്നിട്ട് വണ്ടി വിട്ടു കൊടുക്കണം. അതല്ലാണ്ട് അവരെ അതെല്ലാം കൂടെ സഫർ ചെയ്യിപ്പിക്കാൻ വിടരുത്. ഇപ്പോൾ ദുബായിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ വേസ്റ്റ് എടുത്തുകൊണ്ട് പോകും, അവർ കച്ചട എടുത്തുകൊണ്ട് പോകും, നമുക്കൊന്നും അറിയണ്ട. ഇത് നമ്മളെ ഉത്തരവാദിത്വമാണ് വേസ്റ്റ് എന്ന് പറയുന്ന കണക്കാണ്. നമ്മളെന്തോ പുഴുകി തിന്നും നടക്കുന്ന കാര്യമല്ല. നമുക്കപ്പോൾ അത് വേസ്റ്റ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഞാൻ എപ്പോഴും റെസ്റ്റോറൻറ്റ് തുടങ്ങുമ്പോൾ ചിന്തിക്കുക അവിടെ വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ, വിയർഡസ്റ്റ് തിങ് യു ഹാവ് എവർ ഈറ്റൺ. ഞാൻ പറയണോ? ഇവിടുത്തെ കേരളത്തിലെ മന്തി. മന്തിയാണ് പിടിക്കാത്തല്ലേ കേരളത്തിലെ? ബിക്കോസ് മാഗി ക്യൂബ് ഒക്കെ ഇട്ടിട്ട് മാഗി, ചിക്കൻ മാഗി അതൊന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ പുറത്തൊക്കെ എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് വാട്ടറിലാണ് ചെയ്യുന്നത്. സ്റ്റോക്ക് വാട്ടർ, ചിക്കൻ സ്റ്റോക്ക് വാട്ടർ, മട്ടൺ സ്റ്റോക്ക് പ്രോപ്പർ ബ്രോത്തിലാണ് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഐ ഫെൽറ്റ് വെരി ബാഡ്. എൻ്റെ വായിക്കകത്തൊക്കെ ആ ഒരു കോട്ടിങ് ഫീൽ ചെയ്ത് എനിക്ക് എനിക്ക് മൗത്ത് അൾസർ വന്നു. സോ ഐ ഡിഡ്ന്റ് ഫീൽ ഗുഡ്. ഈ മാഗി ക്യൂബിൻ്റെ കാര്യം പറഞ്ഞപ്പോഴോർത്തത്, ഈ അജിനോമോട്ടോ അത് ശരിക്കും ചിലർ പറയുന്നു അത് സേഫറാണ്, കുഴപ്പമില്ല. എന്താണ് അജിനോമോട്ടോ എന്ന് അറിയാം? ഓക്കെ, ഇപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അജിനോമോട്ടോയ്ക്ക് കേടുപാടുകളൊന്നുമില്ല. ഈ അജിനോമോട്ടോ ചെയ്യുന്നതെന്ന് വെച്ചാൽ താങ്കളുടെ വയറ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ താങ്കളുടെ വയറ് നിറഞ്ഞു, കണ്ടോ, നിറഞ്ഞു. അപ്പോൾ താങ്കളുടെ ബ്രെയിൻ എന്തോ പറയും? സ്റ്റോപ്പ് പറയും. ഈ അജിനോമോട്ടോ ഉള്ള ഫുഡ് കഴിക്കുമ്പോഴത്തേക്ക് ബ്രെയിനും ഈ ഗട്ടുമായിട്ടുള്ള ബന്ധവും കട്ടാവും. അപ്പോൾ നമ്മൾ വയററിയാതെ തിന്നും. അതിന് അജിനോമോട്ടോ എന്ത് തെറ്റ് ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തു. സോ നമുക്ക് ലിമിറ്റിൽ കൂടുതൽ കൺസ്യൂം ചെയ്യാനുള്ള ത്വര തരും. ഇതാണ് അജിനോമോട്ടോ ആക്ച്വലി ചെയ്യുന്നത്. അല്ലാണ്ട് അജിനോമോട്ടോ ഇല്ല. അപ്പം വിഷയം എന്ന് പറഞ്ഞാൽ ഒരു രുചിയില്ലാത്ത ഫുഡും ഉണ്ടാക്കിയിരുന്ന രാജ്യങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് ഇത് ശാലം ഇട്ട് കൊടുക്കുമ്പോൾ
അവരെ പറയും കൊള്ളാം കൊള്ളാം തിന്നോ എന്ന് പറയും. നമുക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഓക്കെ. പിന്നെ അവരെ രാജ്യങ്ങളുടെ ഫുഡ് ചെയ്യുമ്പോൾ അത് വേണം, കാരണം ഇല്ലേ തൊണ്ടയ്ക്ക് അകത്തോട്ട് ഇറങ്ങണ്ടേ, വേണ്ടേ അല്ലേ. നമ്മളുടെ നല്ല വറുത്തരച്ച തീയലിനും വറുത്തരച്ച കോഴിക്കറി, നാടൻ കോഴിക്കറിക്കൊക്കെ എന്തോത്തിന് അജിനോമോട്ടോ. ആവശ്യമില്ല. അജിനോമോട്ടോക്ക് തന്നെ നാണക്കേടാ അടുക്കളയിൽ വന്ന ഇല്ലേ. ഓക്കെ, അടുത്തത് വൺ ഫുഡ് സ്മെൽ യു ഹേറ്റ്. ബേസിക്കലി ഫുഡ് സ്മെൽ ഐ ലവ്. പിന്നെ സ്റ്റിങ്കി തോഫു എന്ന് പറഞ്ഞൊരു ഡിഷുണ്ട് ചൈനയിൽ. ഓഫ്, അസഹനീയമാണ്. പറ്റൂല. സ്റ്റിങ്കി തോഫ് കണ്ടാൽ മതി, പക്ഷെ ഭയങ്കര ടേസ്റ്റാണെന്നാണ് പറയുന്നത്. പക്ഷെ അതിൻ്റെ മണം അടിച്ചു കഴിഞ്ഞാൽ ആ പരിസരത്തോട്ട് പോകാൻ പറ്റത്തില്ല. പക്ഷെ ഭയങ്കര ക്യൂ ആൾക്കാർ അത് കഴിക്കാൻ. ഈ പറഞ്ഞപ്പോൾ തന്നെ ഇതുപോലെ എക്സോട്ടിക് മീറ്റ്സ് ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ടോ? ഇല്ല ഒന്നും. See, I'm not a laboratory. I'm not a lab. Yeah, I'm not a museum. അല്ലേ? I'm a showroom. So I should showcase something in a rich and a royal manner. I can taste, but I will never eat. Both are different concept, അല്ലേ? അതെ. I'm not a corporation or a toilet that you can dump any shit. So what I do is ഞാൻ ടേസ്റ്റ് ചെയ്യും. ആ കൊള്ളാം, താങ്ക് യു സോ മച്ച്. ഞാൻ കഴിക്കുന്നത് എൻ്റെ ജനറ്റിക്സിനെ ഹെൽപ്പ് ചെയ്യുന്ന, എൻ്റെ തോട്ട് പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന, എൻ്റെ അനാറ്റമിയെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഫുഡ് സെലക്ട് ചെയ്തേ ഞാൻ കഴിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ 100 വർഷം ജീവിച്ചിരിക്കണമെന്നില്ല. ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞാൻ ഹാപ്പിയാണ്. പിന്നെ ഇതിനകത്ത് ഫുഡിന് രുചിയുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ തെറ്റിദ്ധാരണയാണ്. നമ്മളത് എങ്ങനെ പ്ലേറ്റ് ചെയ്ത് കഴിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഞാനൊരു ബിരിയാണി കൊണ്ടുവരുന്നു, ചിക്കൻ പീസൊക്കെ വെച്ച്, ചിക്കൻ ലെഗൊക്കെ വെച്ച്. തൊട്ടിപ്പുറത്ത് ഞാനൊരു പ്ലാറ്റർ കൊണ്ടുവരുന്നു, കുത്തരിച്ചോറ് കമത്തി അടിച്ച്, ഇച്ചിരി അവിയൽ, ഇച്ചിരി തോരൻ, ഇച്ചിരി ബീട്രൂട്ട് തോരൻ, രസം, കട്ടത്തൈര്, ചെറിയ ഉള്ളി, കാന്താരി മുളക്, ചമ്മന്തിപ്പൊടി, പപ്പടം, ഒരു പായസം. അതിൽ ഏതാ റോയൽ അല്ലേ? അത് കണ്ടിട്ട് കുറച്ചേ ഉള്ളു. എല്ലാം കുറച്ച് കഴിക്കുമ്പോൾ ഒരു 350 ഗ്രാം ഫുഡ് ഞാൻ കഴിച്ചു. ഈ ഫുഡ് ഇൻടേക്ക് എടുക്കുമ്പോൾ മനസ്സിനകത്ത് നമ്മൾ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. എൻ്റെ വയറിന് ഞാനിപ്പം ഒരു 200 ഗ്രാം ഫുഡ് കൊടുക്കും. ഈ 200 ഗ്രാമിനകത്ത് എന്തൊക്കെ കൊടുക്കണമെന്നുള്ള തീരുമാനം എൻ്റെ. ഞാൻ എന്താ, ഇപ്പം ബിരിയാണി ആണെങ്കിൽ ഞാൻ ചിക്കൻ അങ്ങ് തിന്നും. 100 ഗ്രാം ചിക്കൻ പോയി, പിന്നെ ഒരു 50 ഗ്രാം ഇല്ലേ 100 ഗ്രാം, 250 ഗ്രാം ഞാൻ കഴിച്ചോളൂ. ഇവിടെ കിട്ടുന്ന ഒരു ചിക്കൻ പൊതി എന്ന് പറഞ്ഞാൽ 1 കിലോ ഉണ്ട്. നമ്മളറിയുന്നില്ല, നമ്മൾ വിചാരിച്ച് മൊത്തം തിന്ന് തീർക്കണമെന്നാ. തിന്ന് തീർക്കുക എന്നുള്ളതല്ല, 250 ഗ്രാം കഴിച്ചു. അപ്പോൾ നമ്മളെ വയറ് നമ്മളെ നെഞ്ചിന് മുകളിലോട്ട് വരില്ല, സഫീഷ്യൻ്റ് ആവും. അപ്പോൾ നമ്മൾ ഈ കാൽക്കുലേഷൻ, ഇപ്പോൾ ഊണ് കൊണ്ടുവന്ന് വിളമ്പി, സദ്യ ദിവസം നമുക്കൊരു 350 ഗ്രാം വരെ ഫുഡ് കഴിക്കാം. ½ കിലോ വരെ പോവാം, അര കിലോ വരെ പോവാം. ഇത്രയേ ഉള്ളൂ ഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാണ്. അപ്പോൾ റൈസാണ് കൂടുതൽ സ്പേസ് എടുക്കുന്നത്. അപ്പോൾ റൈസിനെ ചവിട്ടും. അപ്പോൾ ആദ്യം ഒരു 100 ഗ്രാം വിളമ്പാൻ പറയും, പിന്നെ ഒരു 50 ഗ്രാം വിളമ്പാൻ പറയും. അപ്പോൾ നമ്മൾ ആ പ്ലാനിങ്ങിൽ കഴിക്കാൻ പഠിക്കണം. വൺ സെലിബ്രിറ്റി യു ആർ ലവ് ടു കുക്ക് ഫോർ. അമിതാഭ് ബച്ചൻ. ലെജൻഡ് അല്ലേ? എന്തായിരിക്കും അമിതാഭ് ബച്ചന്? വെജിറ്റേറിയൻ ആയിരിക്കും. നമ്മുടെ സദ്യ ആയിരിക്കും കൊടുക്കാൻ പോകുന്നത്. സദ്യ ഞാനിപ്പോൾ ഗവർണറിന് സദ്യയായിരുന്നു ചെയ്തു കൊടുത്തത്. സദ്യ തന്നെയായിരിക്കും ചെയ്യുന്നത്, പക്ഷെ അത് തീയലായിരിക്കും. കൊല്ലക്കാരുടെ നമ്മുടെ തീയലായിരിക്കും ഹൈലൈറ്റ്. എനിക്ക് തീയൽ ഭയങ്കര ഇഷ്ടമാണ്. തീയൽ ഒരുപാട് വെറൈറ്റീസിലുണ്ടല്ലോ. അതിനകത്ത് എനിക്ക് വഴുതനങ്ങയൊക്കെ ഇട്ട് വെക്കുന്ന തീയൽ ഭയങ്കര ഇഷ്ടമാണ്. തീയൽ എനിക്ക് ബച്ചൻ സാറിന് ഭയങ്കര ഇഷ്ടമാണ്. ശബ്ദം അല്ലേ, ബച്ചൻ സാറിന് അപ്പോൾ തീയലും കൂട്ടി ഒരു സദ്യ കൊടുക്കും അല്ലേ? അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ഡിഷസ് ആണല്ലോ കൊടുക്കുന്നത്. അതെ, കാരണം ഞാനിപ്പോൾ ഗവർണറിനെ കുക്ക് ചെയ്യാൻ പോയപ്പോഴും അവിടുത്തെ ശശിയേട്ടൻ അവിടുത്തെ ഷെഫാണ്. ഗവർണർ കഴിക്കത്തില്ല, ഗവർണർ വൈഫ് കഴിക്കത്തില്ല എന്നാണ് പറഞ്ഞത്. ആ വീഡിയോ ഉണ്ട്, ഇലയൊക്കെ നക്കി തന്നിട്ട് പോകണം. അപ്പം നമ്മുടെ ഒരു പ്രിപ്പറേഷൻ പ്ലാൻ നോർമലി ഉള്ള ആൾക്കാരിൽ നിന്ന് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് നമുക്കറിയാം, ഒന്ന് ബച്ചൻ സാർ വെജിറ്റേറിയൻ ആണ്. അപ്പോൾ പുള്ളി ഒന്ന് സൗത്ത് ഇന്ത്യൻ ഫുഡിനോട് ഇവർക്ക് വലിയ താല്പര്യമില്ല, നോർത്ത് ഇന്ത്യൻ ഫുഡാണ്. അവിടെ നമുക്കൊരു സ്പേസ് കണ്ടെത്തുമ്പം അവരെ മൈൻഡ് ബ്ലോ ഔട്ട് ചെയ്യണം. അപ്പോൾ അവർ റൈസിലല്ല പിടിക്കുന്നത്. അപ്പോൾ അവരെ ഈ സോൾട്ട് സവർ എന്നൊക്കെ പറയുന്ന കണക്ക്, നമ്മൾ സ്വീറ്റ് സവർ എന്നൊക്കെ പറയുന്ന കണക്ക് നമ്മുടെ പാലറ്റ്സിനെ ഹാപ്പി ആക്കുന്ന രീതിയിൽ നമ്മൾ മ്യൂസിക് എഴുതുമല്ലോ. അതേപോലെ താങ്കളുടെ പാലറ്റിനെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ മെനു എഴുതുന്നത്. മലയാളികളുടെ സംഗീത രുചിയല്ലല്ലോ നോർത്ത് ഇന്ത്യൻസിൻ്റെ അല്ല, ഇംഗ്ലീഷുകാരുടെ. പക്ഷേ ബേസിക്കലി എല്ലാം വരുന്നത് സരിഗമ പദനിസ എന്നാണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മളുടെ റെസിപ്പി എഴുതുന്നത്. നമ്മൾ റെസിപ്പി എഴുതുന്നത്, ഞാൻ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് 5 മിനിറ്റ് സംസാരിക്കും. 5 മിനിറ്റ് സംസാരിക്കും, പറയും ചേട്ടാ ബീഫിൻ്റെ ഐറ്റംസ് എന്തോ ഉണ്ട്, അപ്പോൾ നമുക്ക് പിടികിട്ടി. അങ്ങനെയാണ്. ഇതേപോലെ
ഞാൻ ഫിഷാണ്, എനിക്ക് ഫിഷാണ് കൂടുതൽ, അപ്പോൾ നമുക്ക് പിടി കിട്ടി. സ്പൈസി ഒരുപാട് വേണ്ടേ, അപ്പോൾ നമുക്ക് സംഗീതം പോലെ അത്. അപ്പോൾ നമുക്ക് ആ നോട്ട്സ് കിട്ടി. പിന്നെ ഇതനുസരിച്ചിട്ടാണ് നമ്മൾ, പിന്നെ ജനറലി നമുക്കൊരു ഫ്ലേവർ കാണും, ജനറലി നമ്മളുടെ ഒരു കൾച്ചറൽ ഫ്ലേവർ കാണും. അത് ആണ് ഈ സദ്യ എന്നൊക്കെ പറയുന്നത്. ഒരു ഷെഫ് അല്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും ഇപ്പോൾ ഷൈൻ ആരായിരുന്നേനെ? ഷെഫായാലും അല്ലെങ്കിലും യു ക്യാൻ സീ ദാറ്റ് ഐ എം ഷൈനിങ് അല്ലേ. അല്ലേ, എൻ്റെ പേരിന്, എൻ്റെ തന്തയിട്ട പേരിന് ഒരു ഓണർ ചെയ്യുക. ഷൈൻ ഉണ്ട്. അതെ, ഞാനിപ്പോൾ കക്കൂസ് ക്ലീനർ ആയിരുന്നെങ്കിലും ഇന്ത്യയുടെ നമ്പർ 1 ആയിരുന്നു. എന്ത് ചെയ്യുന്നു അവിടെ അതിലെ ബെസ്റ്റ് ആയിരുന്നു. ഈവൻ ഇഫ് ഐ ബീൻ എ ടോയ്ലറ്റ് ക്ലീനർ ഐ ബി ദ നമ്പർ 1 ബെസ്റ്റ്. അപ്പോൾ കലിനറി വേൾഡിലേക്ക് ഞാൻ വരുമ്പോൾ ഐ ഹാവ് ടു ബി ദ നമ്പർ 1. അപ്പോൾ എൻ്റെ ഫുഡ് കഴിക്കുമ്പം നൂറിനെ ഇപ്പം എന്നെ ഇവിടെ കൊണ്ടുവന്നിരുത്തിയത് എൻ്റെ ഫുഡിൻ്റെ ജേണിയും എൻ്റെ ഫുഡ് സൈക്കിളിനെ, അല്ലാണ്ട് എന്നെ ആരും വിളിച്ച് റെക്കമെൻഡ് ചെയ്തോ സജസ്റ്റ് ചെയ്യുന്നില്ല. സോ വാട്ട് എവർ ഐ ഹാവ് ഡൺ, ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് ഒരാൾ ഫുഡ് കഴിച്ചാൽ അയാൾക്ക് പിന്നെ നമ്മുടെ ചങ്കായിരിക്കും. അങ്ങനെ നേടിയെടുത്ത ചങ്ക് ബന്ധങ്ങളാണ്. ഒരു ദിവസം നിങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കാൻ വരണം. അപ്പോൾ ഞാൻ ഈ പറയുന്നതിൻ്റെ ഒരു സെൻസ് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഷെഫ് ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.